ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മുട്ടയൊക്കെ എടുത്ത് വെച്ചേക്കണുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രെഡും മുട്ടയാട്ടം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട ചിക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ വഴറ്റി കുറച്ച് വേപ്പില ഇട്ടിട്ട് നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അത് വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് മുട്ട ഇട്ടിട്ട് നമ്മൾ ചിക്കി എടുക്കും. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം അടിച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് അധികമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ബ്രെഡ് വാങ്ങിയതുണ്ടായി. അത് കൂടാതെ ബ്രദർ വന്നപ്പോൾ അവനും ബ്രെഡ് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ബ്രെഡ് സ്റ്റോക്ക് ഇരിക്കുമ്പോൾ അതിന് ചിലവാകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബ്രെഡും മുട്ടയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രദറിൻ്റെ മക്കൾ ഇവിടെ ഉണ്ടല്ലോ, അവർ ഇന്ന് പോകും കേട്ടോ. അപ്പോൾ അവരും ഉണ്ട് ഇവിടെ. അവർ നല്ല കളിയിലാണ് അപ്പുറത്ത്. അങ്ങനെ മുട്ടയൊക്കെ ചിക്കി പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ ചീസും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചീസില്ല, ഞാനിതിങ്ങനെ എളുപ്പത്തിന് ചെയ്യണതാണ്. പിന്നെ ടോസ്റ്ററൊക്കെ ചൂടാക്കിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ടോസ്റ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ ടോസ്റ്ററിൽ തന്നെ നമുക്ക് ഇത് ഒരു പാൻ കേക്ക് പോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് മൈദമാവ് വെച്ചിട്ട് മുട്ടയും നമ്മൾ പാൻ കേക്കിൻ്റെ മിക്സ് ഈ ടോസ്റ്ററിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഞാനങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഈ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇനി വെക്കേഷൻ തീരാൻ പോണതിൻ്റെ സങ്കടമായിട്ട്. അപ്പോൾ ഇത്രയും 2 മാസം അവർക്ക് വെക്കേഷൻ കിട്ടിയതാണ്. എന്നിട്ടും അവർക്ക് ഇനി നാളെ സ്കൂൾ തുറക്കുമെന്ന് പറയുമ്പോൾ, മറ്റന്നാൾ സ്കൂൾ തുറക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. വെക്കേഷൻ വേഗം തീർന്നു എന്നാണ് അവർ പറയണത്. പിന്നെ ഇതാ ഉച്ചക്കത്തേക്ക് കുറച്ച് മീൻ മസാല തേച്ചത് ഇരിപ്പുണ്ട്. കുറച്ച് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച മീനും ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കറിയും വയ്ക്കാം, ഫ്രൈയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കഷ്ണം ക്യാബേജ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് തോരൻ വയ്ക്കാൻ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞാനൊരു അരച്ച മസാല എടുത്ത് വെച്ചിട്ടില്ലേ, ആ മസാല ഇട്ടിട്ടുള്ള മീൻ കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. പിന്നെ ഒരു പകുതി സവാള അരിഞ്ഞതും ഒന്ന് വാടി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഈ അരച്ച മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മസാലക്കൂട്ടിൽ നമ്മൾ മുളകും പുളിയും എല്ലാം ചേർത്ത് അരച്ചതാണ്. മഞ്ഞൾപ്പൊടി, ഉള്ളി എല്ലാം ഉണ്ട് അതിൽ, വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട, മസാല മാത്രം ചേർത്താൽ മതി. കുറേ നാൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ മസാല തന്നെയാണിത്. ഇപ്പോഴും ഞാനത് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കണതാണ്. അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ കറി വയ്ക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് സാധാ നമ്മൾ അരച്ച പോലെ തന്നെ കിട്ടും. അപ്പോൾ ഈ കറിയിലേക്ക് എത്രയാണോ മസാല ആവശ്യം അത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇനി ഈ മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് പോണവർ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വെക്കേഷൻ സമയത്തൊക്കെ നല്ല ചൂടായ കാരണം കൊണ്ട് പിള്ളേരൊക്കെ നല്ല ഉരുകിയിരിക്കുമായിരുന്നല്ലോ. ഇപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോൾ അവർക്ക് നല്ല സുഖം കിട്ടി വന്നപ്പോൾ തന്നെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ സങ്കടമായിട്ട് ഇനി സ്കൂളിൽ പോകണം എന്നൊക്കെ ഉള്ള ടെൻഷനാണ്. നമുക്കും അതെ. അപ്പോൾ അവരതിനെയൊക്കെ പറ്റി അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനത് ഇപ്പുറത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഞാനതങ്ങനെ പറഞ്ഞത്. പിന്നെ ആ മസാലയൊക്കെ പച്ചപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഈ മസാലയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പോരെങ്കിൽ ബാക്കി ഉപ്പും കൂടി ഇട്ടാൽ മതി. പുളിയൊക്കെ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളതാണ്. ഇനി അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതായിട്ട് ഇട്ട് കൊടുത്തത്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി നന്നായി കഴുകിയിട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
മീനിപ്പോൾ ഈ ഇടണ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൂട്ടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇളക്കാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മൾ ടവൽ വെച്ചിട്ട് ഇങ്ങനെ ചട്ടി ചുറ്റിക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. പിന്നെ ഈ സമയത്ത് മീനിൻ്റെ അരപ്പെല്ലാം പിടിച്ച് കഴിയുമ്പോൾ പച്ചമുളക് വേണമെങ്കിൽ കീറിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതെന്തോ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായില്ല. ഇടയ്ക്ക് എനിക്ക് അങ്ങനെ പറ്റാറുണ്ട്. പിന്നെ മീനും ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് വൈകുന്നേരം കേട്ടോ. അപ്പോൾ അവർ ഇപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പം മുറ്റത്ത് നല്ല ഷട്ടിൽ കളിയാണ്. അപ്പോൾ ഞാൻ അവർക്ക് നൂഡിലുണ്ടായി. അപ്പോൾ അതുണ്ടാക്കിയതാണ്. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷട്ടിലൊക്കെ കളിച്ച് തളർന്നിരിക്കുകയല്ലേ, ഇനി അവർ ചായ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേരാണ് കേട്ടോ പാല് ചായ കുടിക്കണവർ.